പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോക്സഭയിൽ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ഭേദഗതിയും വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850ലേക്ക് ഉയർത്തുകയും അതിനുശേഷം വനിതാ സംവരണം 33% നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് നിലവിലെ 543 സീറ്റുകളിൽ തന്നെ വനിതാ സംവരണം നടപ്പിലാക്കുകയും നിലവിൽ ഈ സീറ്റ് നില അനുസരിച്ച് 33% സീറ്റുകൾ വനിതകൾക്ക് നൽകുകയും ചെയ്യണം എന്നതാണ്. എന്തുകൊണ്ടാണ് NDA സർക്കാർ, നിലവിൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന BJP വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് മുമ്പ് 816 സീറ്റുകളിലേക്ക് ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം ഉയർത്തണം എന്ന് ആവശ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഉയർത്തിയ ശേഷമല്ല, മറിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും നിലവിലെ സീറ്റ് എണ്ണത്തിലും ആനുപാതികമായിട്ടാണ് വനിതാ സംവരണം നടപ്പിലാക്കേണ്ടത് എന്ന് പറയുന്നത്? നമ്മൾ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കാണ് ഇനി പോകുന്നത്. ഈ വനിതാ സംവരണം എന്നത് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി മണ്ഡല പുനരേകീകരണം നടപ്പിലാക്കണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും അത് ജനസംഖ്യ ആനുപാതത്തിൽ ആയിരിക്കണം എന്ന് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് എങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അത് കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടില്ല. മറിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആണ് ജനസംഖ്യാ നിയന്ത്രണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 20% മാത്രമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടേത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടേത് 80%. അപ്പോൾ അതിന് ആനുപാതികമായി സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ തീർച്ചയായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുത്തനെ ഉയരുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്യും. കേരളത്തിൻ്റെ തന്നെ കണക്കെടുത്താൽ നിലവിൽ 20 ലോക്സഭാ സീറ്റുകൾ ആണ് ഉള്ളത്. ഒരുപക്ഷെ അത് 23 സീറ്റുകൾ മാത്രമായി ഉയർന്നേക്കാം, അതല്ല എങ്കിൽ 20-ന് താഴെ പോയേക്കാം എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ പുറത്തുവരിക, അതോടൊപ്പം തന്നെ എത്ര ലക്ഷം ആളുകൾക്കാണ് ഒരു സീറ്റ് എന്നത് നിർണ്ണയിക്കുക. ഇപ്പോൾ തന്നെ 7.5 ലക്ഷം ആളുകൾക്ക് ഒരു ലോക്സഭാ സീറ്റ്, 10 ലക്ഷം ആളുകൾക്ക് ഒരു ലോക്സഭാ സീറ്റ് എന്ന നിലയിലൊക്കെ ജനസംഖ്യ മാറിയതിന് അനുസരിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആ നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറി. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും കടുത്ത എതിർപ്പുകളെ തുടർന്നാണ് ജനസംഖ്യ ആനുപാതികമായി ലോക്സഭാ സീറ്റുകൾ പുനർനിർണ്ണയിക്കുക എന്നത് മാറ്റുന്നത്. അതിനു പകരം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല എന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും കുറഞ്ഞത് 50% എങ്കിലും സീറ്റുകളുടെ വർധനവ് അനുവദിക്കും എന്നുള്ളതാണ്. കേരളവും തമിഴ്നാടും ഉത്തർപ്രദേശും ബീഹാറും ആന്ധ്രാപ്രദേശും തെലങ്കാനയും അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിലവിൽ എത്ര ലോക്സഭാ സീറ്റുകളുണ്ടോ അതിൽ പകുതിയിൽ ഏറെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പകുതി സീറ്റുകളുടെയെങ്കിലും വർധനവുണ്ടാകും എന്നതാണ്. അവിടെയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും രാഷ്ട്രീയമായ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത്. നമുക്കാദ്യം ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ചിത്രം ഒന്ന് പരിശോധിക്കാം. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ഈ സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം, അതോടൊപ്പം തന്നെ നിലവിൽ സർക്കാർ പറയുന്നത് അനുസരിച്ച് 50% എങ്കിലും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ എന്തു മാറ്റമാണ് ഉണ്ടാവുക എന്നതാണ്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകൾ ആണ് ഉള്ളത്. നിലവിലെ ബിൽ പാസ്സാക്കപ്പെടുകയാണ് എങ്കിൽ അത് 30 എന്ന നിലയിലേക്ക് ഉയരും. അതോടൊപ്പം തന്നെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിൽ ആണ്. 39 ലോക്സഭാ സീറ്റുകൾ ആണ് ഉള്ളത്. അത് 59 എന്ന നിലയിലേക്ക് ഉയരുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. കർണാടകത്തിൽ 28 ലോക്സഭാ സീറ്റുകളുണ്ട്. 42 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഉയരും. പുതുതായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തെലങ്കാന. തെലങ്കാനയും ആന്ധ്രാപ്രദേശും വിഘടിച്ച് 2ആയി. അവിടെ ആ തെലങ്കാനയ്ക്ക് 17 സീറ്റുകൾ ആണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ അത് 26 എന്ന നിലയിലേക്ക് മാറും. ആന്ധ്രാപ്രദേശിന് 25, 25 പിന്നീട് 38ആയി ഉയരും. ഇവിടെയാണ് അമിത്ഷാ പറയുന്നത്, അതായത് നിലവിൽ ജനപ്രതിനിധികളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ പാർലമെന്റിൽ ഏതാണ്ട് 24% മാത്രമാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ പെർസെൻറ്റേജ് എന്നത്. 540-ന്റെ 24% മാത്രമാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗബലം എന്നത്. അത് ഉയരുകയാണ് ചെയ്യുന്നത് എന്നതാണ് അമിത്ഷായുടെ വാദം. ഈ താലി 30, 59, 42, 26, 38 എന്ന നിലയിൽ സീറ്റുകളുടെ എണ്ണം ഉയരുകയാണ് എങ്കിൽ പാർലമെന്റിൽ, ലോക്സഭയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യം ഉയരും എന്നതാണ് എടുത്തു പറയേണ്ടത്.
നൽകുന്നത്. ഈ ഡേറ്റയെ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയം വ്യക്തമാകുന്നത്. നിലവിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഈ സംസ്ഥാനങ്ങൾ, അതിപ്പോൾ കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശും തെലങ്കാനയും പരിശോധിക്കുമ്പോൾ അവിടെയൊന്നും തന്നെ BJPക്ക് അതിശക്തമായ വേരോട്ടമില്ല. അതിൽ കർണാടകത്തെയാണ് അല്പമെങ്കിലും ഒഴിച്ചു നിർത്തേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളെ പിടിക്കുക എന്ന ലക്ഷ്യമോ സംസ്ഥാനങ്ങളിൽ ആധിപത്യം പുലർത്തുക എന്ന ലക്ഷ്യമോ സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് അധികാരത്തിലേറുക എന്നതൊക്കെയാണ് BJPയുടെ തന്ത്രം. അപ്പോൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ പോലും അത് ആകെ ടാലി ചെയ്യുമ്പോൾ ഏതാണ്ട് 169, 170 എന്ന നിലയിലേക്കാണ് സീറ്റുകളുടെ എണ്ണം എത്തി നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ നീക്കത്തെ എതിർക്കുന്നത്. അതായത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വിജയക്കൊടി പാറിക്കാൻ സാധിച്ചാൽ പോലും ഈ മേഖലകളിൽ നിന്ന് വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അംഗങ്ങളുടെ എണ്ണം എന്നത് 170-ൽ താഴെ എന്നുള്ളതാണ്. ഇനിയുള്ള ഡേറ്റയാണ് BJPക്ക് അനുകൂലമായി മാറുന്നത്. അതെന്ത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് ഉത്തരേന്ത്യയുടെ പിക്ചർ ആണ്. അതായത് നിലവിൽ രാജ്യത്ത് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിനാണ്. 80 ലോക്സഭാ സീറ്റുകൾ ആണ് ഉത്തർപ്രദേശിൽ ഉള്ളത്. ആ ഉത്തർപ്രദേശിലെ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിക്കുമ്പോൾ അത് 120 എന്നതിലേക്ക് എത്തും. മഹാരാഷ്ട്രയിൽ 48, 72 ഉയരും. പശ്ചിമ ബംഗാളിൽ 42 സീറ്റുകളുണ്ട്. പശ്ചിമ ബംഗാൾ BJP ഇപ്പോൾ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് നമുക്കറിയാം. അവിടെ വലിയ പോരാട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം നടക്കുകയാണ്. മമതാ ബാനർജി ശക്തിയായ എതിരാളിയായി തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന പശ്ചിമ ബംഗാൾ. പക്ഷേ ലോക്സഭാ സീറ്റുകളിലേക്ക് വരുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ബംഗാളിൽ 42 എന്നത് 63 ഉയരും. ബീഹാറിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി മാറി അവിടെ BJP കൂടുതൽ കരുത്ത് കാണിക്കുന്നത്. അവിടെ 40 എന്നത് 60 മാറും. ഗുജറാത്ത് BJPയുടെ തട്ടകമാണ്. 26, 39 എന്ന നിലയിൽ ഉയരും. രാജസ്ഥാനും മധ്യപ്രദേശും കാര്യങ്ങൾ മറ്റൊന്നല്ല. 25ഉം 29ഉം സീറ്റുകളുള്ള രാജസ്ഥാനും മധ്യപ്രദേശും 38, 44 എന്ന നിലയിലേക്ക് ഉയരുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് നിലയും ഉത്തരേന്ത്യയിലെ 2, 3 സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ, ഈ 3 സംസ്ഥാനങ്ങൾ മാത്രം പരിഗണിച്ചാൽ ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന MPമാരുടെ എണ്ണത്തേക്കാൾ കൂടുതലായി ഇത് മാറുന്നു. അതായത് BJPക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഈ നിലയിൽ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രം ശക്തിപ്രകടനം നടത്തി MPമാരെ ലോക്സഭയിലേക്ക് എത്തിക്കാൻ സാധിച്ച ദക്ഷിണേന്ത്യ അപ്പാടെ നഷ്ടപ്പെട്ടാൽ പോലും BJPക്ക് ഭരണ തുടർച്ചയുണ്ടാകും. ഈ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് NDAയും BJPയും മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിന് തടയിടുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിനെ പ്രതിപക്ഷം അതിശക്തമായി എതിർക്കുന്നത്. ഇനി നമ്മൾ ആ കണക്കുകൾ കൂടിയാണ് പരിശോധിക്കുന്നത്. അതായത് ഒരു ബിൽ പാർലമെന്റിലേക്ക് മണ്ഡല പുനർനിർണയ ബിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ സഭയുടെ അനുമതി വാങ്ങേണ്ടതുണ്ട്. പൊതുവിൽ സാധാരണ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ പോലും ബിൽ അവതരണത്തിന് വലിയ തടസ്സമുണ്ടാകാറില്ല. അവിടെ ഓർക്കുക, അത് ബിൽ അവതരിപ്പിക്കുവാനുള്ള അനുമതി മാത്രമാണ്. അങ്ങനെ ബിൽ അവതരിപ്പിക്കുവാനുള്ള അനുമതി ഇന്നലെ കേന്ദ്ര സർക്കാർ തേടിയിരുന്നു. ആ ഘട്ടത്തിലടക്കം പ്രതിപക്ഷം അതിശക്തമായ എതിർപ്പ് ഉന്നയിക്കുകയും വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നതാണ് ഇന്നലെ സഭയിൽ ഉണ്ടായിരുന്നത്. അതായത് മണ്ഡല പുനർനിർണയ ബിൽ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആകെ അംഗങ്ങൾ 436 പേർ ആയിരുന്നു. അതിൽ 251 അംഗങ്ങൾ ആണ് ഈ ബില്ലിനെ അനുകൂലിച്ചത്. 185 അംഗങ്ങൾ ഈ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഒരു ബിൽ അവതരിപ്പിക്കാൻ അനുമതി തേടുമ്പോൾ അതിന് സഭയിൽ എത്ര അംഗങ്ങൾ പ്രസന്റ് ആയിട്ടുണ്ടോ അവരുടെ പകുതിയിൽ അധികം ഭൂരിപക്ഷം ലഭിച്ചാൽ മതി ബിൽ അവതരിപ്പിക്കാൻ അനുമതി ലഭിക്കും. ആ ഡേറ്റ വ്യക്തമാണ്. 185 പേർ എതിർക്കുകയും 251 പേർ അനുകൂലിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ബിൽ അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചു. പക്ഷേ ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്പർ ആണ്. എതിർത്തവരുടെ എണ്ണം 185 എന്നതാണ്. ഈ ബിൽ പാസ്സാക്കുക എന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതെങ്ങനെ എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ലോക്സഭയിൽ 540 അംഗങ്ങൾ നിലവിലുണ്ട്. NDAയുടെ അംഗങ്ങൾ എന്നത് 293 ഇന്ത്യ സഖ്യത്തിന് 234 അംഗങ്ങളുണ്ട്. ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലാതെ ഇരിക്കുകയും NDAയുടെ ഭാഗം അല്ലാതിരിക്കുകയും ചെയ്യുന്ന 13 അംഗങ്ങൾ കൂടി നിലവിൽ പാർലമെന്റിലെ ലോക്സഭയിൽ ഉണ്ട്. ഈ ബിൽ പാസ്സാക്കപ്പെടണമെങ്കിൽ, അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പൂർത്തിയായി വൈകിട്ട് വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇത് നിയമമായി മാറുന്ന തരത്തിലേക്ക് മാറണമെങ്കിൽ അതിന് മറ്റു കടമ്പകൾ കൂടിയുണ്ട്. ലോക്സഭയിൽ പാസ്സാക്കിയ ശേഷം രാജ്യസഭയിൽ എത്തേണ്ടതുണ്ട്. രാജ്യസഭയിലും ഭൂരിപക്ഷം ലഭിക്കണം. പിന്നീട് രാഷ്ട്രപതിയുടെ അനുവാദം വേണം. അങ്ങനെയുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആദ്യ കടമ്പ എന്നത് ലോക്സഭയിൽ ബിൽ പാസ്സാക്കുക എന്നതാണ്.
അത് അങ്ങേയറ്റം പ്രയാസകരം എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം 2/3 ഭൂരിപക്ഷം ഉണ്ട് എങ്കിൽ മാത്രമാണ് ബിൽ പാസ്സാക്കപ്പെടുകയുള്ളൂ. അതിന് 360 അംഗങ്ങളുടെ പിന്തുണ വേണം. നിലവിൽ എതിർക്കുന്നവരുടെ എണ്ണം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ബിൽ അവതരണത്തെ തന്നെ 185 അംഗങ്ങൾ എതിർത്ത പശ്ചാത്തലത്തിൽ ഈ 360 എന്ന അംഗബലത്തിലേക്ക് NDAക്ക് സാഹചര്യങ്ങളെ എത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന മണ്ഡല പുനർ ഏകീകരണം എന്ന ബിൽ പാസാക്കപ്പെടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.